നമസ്കാരം. എല്ലാ പേർക്കും ഇവോക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം. LD ക്ലർക്ക് ഡിസ്ട്രിക്റ്റ് തിരുവനന്തപുരത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷനാണ് ഇവിടെ ചെയ്യുന്നത്. കാറ്റഗറി നമ്പർ 503/2023, ക്വസ്റ്റ്യൻ കോഡ് A ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണന ക്രമം ഏത്? 1 വൈക്കം സത്യാഗ്രഹം, 2 ചാന്നാർ ലഹള, 3 ക്ഷേത്രപ്രവേശന വിളംബരം, 4 മലബാർ കലാപം. ഇതിൻ്റെ ആൻസറായിട്ട് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ബി ആണ്. ഫസ്റ്റ് നമുക്ക് ചാന്നാർ ലഹളയാണ് നടന്നിരിക്കുന്നത് 1859. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം മലബാർ കലാപമാണ് 1921. അടുത്തത് വൈക്കം സത്യാഗ്രഹം 1924. അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഈ ഓർഡറിലാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചാന്നാർ ലഹളയെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ചാന്നാർ ലഹള 1859 നടക്കുന്നത്. അപ്പോൾ ഈ ചാന്നാർ ലഹള എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സമൂഹത്തിലെ സവർണ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത് പോലെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് ഒരു അനുവാദം നൽകിയത്, അതായത് ആദ്യമായിട്ട് ഈ ചാന്നാർ ലഹള, അതായത് മേൽമുണ്ട് സമരം എന്ന് പറയുന്ന ഈ സമരം കൊണ്ടുവന്നത് 1813 നമ്മുടെ കേണൽ മൺട്രോയാണ് ഇത് അനുവാദമൊക്കെ നൽകുന്നത്. ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. അതായത് കേണൽ മൺട്രോ എന്ന് പറയുന്നത് 1811 1815 ഇടയിൽ തിരുവിതാംകൂറിൽ ദിവാൻ പദവിയിലിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു കേണൽ മൺട്രോ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും നമ്മുടെ രാജ്യത്തിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു. പക്ഷേ ആദ്യത്തെ നമ്മുടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന, അതായത് ബ്രിട്ടീഷ് ദിവാനായി വരുന്നത് ആരാണ്? കേണൽ മൺട്രോയാണ്. ഇദ്ദേഹം റാണി ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ദിവാനായിട്ടായിരുന്നു നമ്മുടെ തിരുവിതാംകൂറിൽ ഉദ്യോഗസ്ഥനായിട്ട് ഇരുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് നമ്മുടെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാനാണ് കേണൽ മൺട്രോ. അപ്പോൾ ആദ്യമായിട്ട് 1813 ഈ ചാന്നാർ ലഹള പോലെ ഒരു കുഞ്ഞു ലഹള ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ നമ്മുടെ കേണൽ മൺട്രോയാണ് എന്താണ് കുപ്പായം ധരിക്കാനുള്ള അനുവാദമൊക്കെ നൽകുന്നത്. അത് ചെറിയൊരു രീതിയിൽ അതങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ PSC എക്സാമിനെല്ലാം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചാന്നാർ ലഹള ആരംഭിച്ച വർഷം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആരംഭിച്ച വർഷമാണ് എഴുതാനുള്ളത്. ഓക്കെ, അല്ലാതെ നടന്നതെന്നാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? 1859 നടന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, പക്ഷേ ആരംഭിച്ച വർഷമെന്ന് പറയുന്നത് 1822. അത് നമ്മുടെ നവോത്ഥാന നായകനായ വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു മേൽമുണ്ട് സമരം ചെറുതായിട്ട് നടന്നു. അതാണ് 1822 നടക്കുന്ന ആദ്യത്തെ 1ാം ചാന്നാർ ലഹള എന്ന് അറിയപ്പെടുന്നത്. അത് ചെറുതായിട്ടേ ഒരു ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതലൊന്നും പ്രചരിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലൊന്നും വലുതായിട്ട് പ്രചരിച്ചതൊന്നുമില്ല. അതിനുശേഷം ഈ വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നടത്തിയ മേൽമുണ്ട് സമരം നമ്മുടെ എന്ന് നടന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന 1859 തിരുവിതാംകൂറിലെ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമാവുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ചാന്നാർ ലഹള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ നിന്നാണ് ആദ്യമായിട്ട് 1ാം ചാന്നാർ ലഹള നടക്കുന്നത് 1822. എന്നാൽ നമ്മൾ തിരുവിതാംകൂറിൽ നടക്കുന്നത് 1859. ഓക്കെ, അതായത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ് 1859. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് എന്തെന്നറിയപ്പെടുന്നത്? ചാന്നാർ ലഹള എന്ന് അറിയപ്പെടുന്നത്. ഇതിന് പറയുന്ന മറ്റു പേരുകളാണ് മേൽമുണ്ടു സമരം, മാറുമറയ്ക്കൽ സമരം. ഓക്കെ, ഇങ്ങനെ 2 പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇത് നടന്ന സ്ഥലമെന്ന് പറയുന്നത് കോട്ടാറിൽ, നമ്മുടെ നാഗർകോവിൽ ഉള്ള കോട്ടാറിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടന്നത്. ലഹള ആരംഭിച്ചത് 1859 ജനുവരി 4-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ലഹള ആരംഭിക്കുന്നത്. ഓക്കെ, അടുത്തത് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം 1859 ജൂലൈ 26-ാം തീയതിയാണ്. അപ്പോൾ എല്ലാ ഡേറ്റും ഓർമ്മിക്കുക. ലഹള ആരംഭിച്ചത് 1859 ജനുവരി 4,
അതുപോലെ തന്നെ ഇത് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് നമ്മുടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം 1859 തന്നെയാണ്. ജൂലൈ 26 ഡേറ്റ് വ്യത്യാസമുണ്ട്. ഇദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് നമ്മുടെ മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഉത്തരവിറക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ചാന്നാർ ലഹളയെ അടിച്ചമർത്തിയ വർഷമാണ്. അത് 1859 ഫെബ്രുവരിയിലാണ്. അടുത്ത പോയിന്റ്, മുലക്കരം എന്ന നികുതിയിൽ പ്രതിഷേധിച്ച് 1803 രക്തസാക്ഷിയായ വനിതയാണ് നങ്ങേലി എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, 2023 തമിഴ്നാട് സർക്കാർ 200-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് മലബാർ കലാപത്തെക്കുറിച്ചാണ്. മലബാർ കലാപം 1921 നടക്കുന്നത്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള എന്നറിയപ്പെടുന്നത്. മലബാർ കലാപം നടന്ന സ്ഥലങ്ങൾ ഏറനാട്, വള്ളുവനാട്, തിരൂരങ്ങാടി എന്നീ സ്ഥലങ്ങളിലാണ് മലബാർ കലാപം നടന്നിരിക്കുന്നത്. കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണമെന്ന് പറയുന്നത് പൂക്കോട്ടൂർ കലാപമാണ്. ഈ പൂക്കോട്ടൂർ കലാപം എന്ന് പറയുന്നത് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അത് നടന്നത് 1921 ഓഗസ്റ്റ് 20 ഈ പൂക്കോട്ടൂർ കലാപം നടക്കുന്നത്. ഇതാണ് നമ്മുടെ മലബാർ കലാപത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത്. മലബാർ കലാപം നമുക്ക് തിരിച്ചു വരാം. മലബാർ കലാപം ആരംഭിച്ച വർഷം 1921. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസ്ലിയാറാണ്. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് TL സ്ട്രേഞ്ച് ആണ്. അടുത്ത പോയിന്റ്, 1921 മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. അടുത്ത പോയിന്റ്, മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗനാണ്. അടുത്ത പോയിന്റ്, മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിത എന്നറിയപ്പെടുന്നത് കമ്മത്ത് ചിന്നമ്മയാണ്. അടുത്ത പോയിന്റ്, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബെസൻ്റാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് അറിയപ്പെടുന്നത്. അത് നടന്നത് 1921 നവംബർ 10 ഇത് നടക്കുന്നത്. മലബാറിലെ മാപ്പിള കലാപങ്ങളുടെ അടിസ്ഥാന കാരണം ജന്മിത്തവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ച പ്രഗത്ഭനായ മലബാർ കളക്ടറാണ് വില്യം ലോഗൻ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. അടുത്ത പോയിന്റ്, മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് K. മാധവൻ നായരാണ്. അതുപോലെ തന്നെ ഖിലാഫത്ത് സ്മരണകൾ രചിച്ചത് M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ കലാപം പശ്ചാത്തലമാക്കി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗനാണ്. മലബാർ കലാപത്തിൻ്റെ നേതാക്കൾ എന്നറിയപ്പെടുന്നത് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അതുപോലെ തന്നെ സീതി കോയി തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരാണ് കലാപത്തിൻ്റെ നേതാക്കളായിട്ട് അറിയപ്പെടുന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട നേതാക്കൾ MB നാരായണ മേനോൻ, K. കേളപ്പൻ, മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. ഇത്രയും പേരാണ് ശിക്ഷിക്കപ്പെട്ട നേതാക്കൾ. അടുത്ത ഞാനിനി പറയാൻ പോകുന്നത് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. അടുത്ത പോയിന്റ്, വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. ഇത് നടന്നത് 1924 മാർച്ച് 30 നടക്കുന്നത്. മാർച്ച് 30 ഡേറ്റ് ഓർമ്മിക്കുക. 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. അടുത്ത പോയിന്റ്, ഇത് ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ,
പുലയ, ഈഴവ, നായർ സമുദായങ്ങൾ ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിൻ്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു ഇതിൻ്റെ സമരമുറ. അടുത്ത പോയിന്റ്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കളെന്നറിയപ്പെടുന്നത് ടി.കെ. മാധവനും കെ.പി. കേശവമേനോനും. ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹ സമയത്ത് ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠമാണ് വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവർദ്ധനനും അതുപോലെ കോട്ടുകോയിക്കൽ വേലായുധനും. സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയവർ. അതുപോലെ തന്നെ ഒരു പോയിന്റും കൂടി ഉണ്ട്, സത്യാഗ്രഹങ്ങൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവരാണ് അകാലികൾ എന്നറിയപ്പെടുന്ന കുറച്ച് വിഭാഗക്കാർ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം 1925. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. വൈക്കം സത്യാഗ്രഹ കാലത്ത് യാഥാസ്ഥിതികരുമായി ഗാന്ധിജി ചർച്ച നടത്തിയ മനയാണ് ഇണ്ടൻ തുരുത്തി മന എന്നറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം വൈക്കത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് ഡോക്ടർ M.E. നായിഡു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് E.V. രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ എന്നറിയപ്പെടുന്നത് T. രാഘവയ്യ. അവസാനിക്കുമ്പോൾ ദിവാൻ M.E. വാട്സ് ആണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ D. രാഘവയ്യ ആയിരുന്നു. അതുപോലെ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഫായ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലയളവെന്നറിയപ്പെടുന്നത് 603 ദിവസമാണ്. വൈക്കം ക്ഷേത്ര റോഡ് മറ്റു റോഡുകളും ജാതിഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് 1925 ഫെബ്രുവരി N. കുമാരൻ തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പ്രമേയം 21-നെതിരെ 22 വോട്ടിന് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം 1928. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ചാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് അറിയപ്പെടുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. നടന്ന വർഷം 1936 നവംബർ 12-നാണ്. അതായത് 1112 ആണ്ട് തുലാം 27-നാണ് ഇത് നടക്കുന്നത്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ 25-ാം ജന്മദിനത്തിലാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നിരിക്കുന്നത്. ഈ വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ C.P. രാമസ്വാമി അയ്യരാണ്. ഈ വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് C. രാജഗോപാലാചാരിയാണ്. അടുത്ത പോയിന്റ്, ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് T.K. വേലുപ്പിള്ള. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S. പരമേശ്വരയ്യർ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12-നാണ്. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2-നാണ്.
കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20-നാണ്. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ പ്രസ്താവന, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. രണ്ടാമത്തെ പ്രസ്താവന, ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. മൂന്നാമത്തെ പ്രസ്താവന, 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. നാലാമത്തെ പ്രസ്താവന, രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വച്ചു നടന്നു. ഈ 4 പ്രസ്താവനകളിലും രണ്ടാമത്തെ പ്രസ്താവനയാണ് കറക്റ്റ് അല്ലാത്തത്, ബാക്കിയെല്ലാം ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3, 4 നമുക്ക് ശരിയായിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942-ലാണ്. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരമെന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം എന്നുകൂടി ക്വിറ്റ് ഇന്ത്യ സമരത്തെ അറിയപ്പെടുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റലിയാണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ആഗസ്റ്റ് ക്രാന്തി എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആഗസ്റ്റ് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അതായത് ഡു ഓർ ഡൈ എന്നാണ് അറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലി. അടുത്ത നമ്മുടെ പ്രസ്താവന, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ജാലിയൻ വാലാബാഗിനെ കുറിച്ചാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919-ലാണ്. ഈ നടന്ന വർഷം 1919 ഏപ്രിൽ 13-നാണ്. അതിൽ തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നടന്നത് 1919 ഏപ്രിൽ 13-നാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം നടക്കുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്ന് പറയുന്നത് റൗലറ്റ് നിയമമാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് നമ്മുടെ അമൃതസർ, പഞ്ചാബിലുള്ള അമൃതസറിലാണ് നടക്കുന്നത്. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സൈഫുദ്ദീൻ കിച്ചിലുവും ഡോക്ടർ സത്യപാലുമാണ്. ഡോക്ടർ സത്യപാലും അതുപോലെ തന്നെ സൈഫുദ്ദീൻ കിച്ചിലുവും എന്നിവരെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ട്, 1919 ഏപ്രിൽ 10-നാണ്. ഇവരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് 1919 ഏപ്രിൽ 13-ന് ജാലിയൻ വാലാബാഗിൽ ജനങ്ങളെല്ലാവരും കൂടി തടിച്ചുകൂടുന്നത്. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ജനറൽ റെജിനാൾഡ് ഡയർ. അടുത്തത് പറയുന്നത് മൂന്നാമത്തെ പ്രസ്താവനയെക്കുറിച്ചാണ്. 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നുവെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മദൻലാൽ പാഹുവ എന്ന വ്യക്തിയാണ് ഗാന്ധിജിയെ വെടിവെക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ഗാന്ധിജിക്ക് കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ലാരി കോളിൻസിൻ്റെയും ഡൊമിനിക് ലാപ്പിയറിൻ്റെയും സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, അതായത് ഫ്രീഡം അറ്റ് നൈറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതിലെ പോയിൻറ്റ്സാണിത്. അതുപോലെ തന്നെ +2 ലെവലിലെ കുട്ടികൾ പഠിക്കുന്ന ബുക്കിലും ഇത് പറയുന്നുണ്ട്. അതനുസരിച്ചുള്ള പോയിൻ്റാണ് ഇത്. അടുത്ത പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് വട്ടമേശ സമ്മേളനത്തെക്കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ചും സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ സർവകക്ഷി സമ്മേളനമാണ് വട്ടമേശ സമ്മേളനമെന്ന് അറിയപ്പെടുന്നത്. വട്ടമേശ സമ്മേളനങ്ങളുടെ വേദി ജെയിംസ് പാലസ്, ലണ്ടൻ. വട്ടമേശ സമ്മേളനങ്ങളുടെ എണ്ണം 3 അത് ഒന്നാമത്തത് 1930, 1931, 32 എന്നീ ഇയറുകളിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിരിക്കുന്നത്. വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ജോർജ് 5 വട്ടമേശ സമ്മേളനങ്ങളുടെ അധ്യക്ഷൻ
റാംസെ മക്ഡൊണാൾഡ്. അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930. ഒന്നാം വട്ടമേശ സമ്മേളനം ജോർജ് അഞ്ചാമൻ രാജാവ് ഉദ്ഘാടനം ചെയ്തത് 1930 നവംബർ 12-നാണ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 89. അടുത്ത പോയിന്റ്, ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭു ആണ്. അടുത്ത നമ്മൾ പറയുന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തെക്കുറിച്ചാണ്. ഇത് ആരംഭിച്ചത് 1931-ലാണ്. 31 സെപ്റ്റംബർ 7-നാണ് നടക്കുന്നത്. 2ഉം 3ഉം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ആദ്യത്തേത് ഇർവിൻ പ്രഭു ആയിരുന്നു. 2ഉം 3ഉം നടക്കുമ്പോൾ വെല്ലിംഗ്ടൺ പ്രഭുവാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 112. അടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നടന്നത് 1932 നവംബർ 17-നാണ്. ഈ സമ്മേളനത്തിലെത്തിയ പ്രതിനിധികളുടെ എണ്ണം 46. ഇതോടുകൂടി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത്, അതായത് നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ പ്രസ്താവന 1949-ലാണ് ഇത് സ്ഥാപിതമായത്. രണ്ടാമത്തെ പ്രസ്താവന ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. മൂന്നാമത്തെ പ്രസ്താവന ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. നാലാമത്തെ പ്രസ്താവന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ഇതിൽ ബന്ധമില്ലാത്തതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പറയുന്നത് നാറ്റോയെക്കുറിച്ചാണ് പറയുന്നത്. സ്ഥാപിതമായത് 1949 ഏപ്രിൽ 4-ലാണ്. ഇതിൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. അംഗരാഷ്ട്രങ്ങൾ 31. ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സഖ്യം ആണ് നാറ്റോ എന്നറിയപ്പെടുന്നത്. വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സഖ്യമാണ് നാറ്റോ എന്നറിയപ്പെടുന്നത്. വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി ഒപ്പുവെച്ചത് 1949 ഏപ്രിൽ 4-ലാണ്. അടുത്ത പോയിന്റ്, നാറ്റോ രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്ന രാജ്യങ്ങളുടെ എണ്ണം 12 ആണ്. നാറ്റോയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ലോർഡ് ഇസ്മായി ആണ്. 13ാമത്തെ സെക്രട്ടറി ജനറൽ ജെൻ സ്റ്റോൾട്ടൻബർഗ്. അടുത്ത പോയിന്റ്, നാറ്റോയുടെ ഗ്ലോബൽ പാർട്ട്ണറായ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം കൊളംബിയയാണ്. നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യം ഫിൻലാൻഡാണ്. നാറ്റോയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ്. നാറ്റോ സുവർണ ജൂബിലി ആഘോഷിച്ച വർഷം 1999. 2023 നാറ്റോ സമ്മേളന വേദി എന്നറിയപ്പെടുന്നത് വിൽനിയസ്, ലിത്വാനിയ. ഇതോടുകൂടി മൂന്നാമത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും തീർന്നിരിക്കുകയാണ്. താങ്ക് യു.